നിറവിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ്. ചെറിയൊരു പാട്ടും കുറച്ച് ചിന്തകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ പോസിറ്റീവ് വൈബ്സും ഒക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മനോഹരമായൊരു യാത്ര. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും നിറവോടെ ഞങ്ങളുണ്ടാകും. നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കാൻ ആദ്യം ഒരു പാട്ട് തന്നെ ആവട്ടെ. വിവ്യ ട്രീസ ജോസഫ് ആലപിക്കുന്ന മനോഹരമായ ശ്യാമാകാശവും താരാനിരയും എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം, ആസ്വദിക്കാം.
മനോഹരമായി ഗാനം ആസ്വദിച്ച നിങ്ങൾക്ക് ഇനി നിറവിലൂടെ ഞങ്ങൾ നൽകുന്നത് ജീവിതത്തിലേക്ക് വേണ്ട ഒരു ചെറിയ ചിന്തയാണ്. നമുക്കായി പങ്കുവയ്ക്കുന്നത് മെർലിൻ ടീച്ചറാണ്. യഹോവ ശാലോം, നസ്രായനായ ക്രിസ്തു യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏതെങ്കിലും ഒരു നദി കല്ലിൽ തട്ടിപ്പോയി എന്ന് പറഞ്ഞ് ഒഴുകാതെ ഇരുന്നിട്ടുള്ളതായി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, കല്ലിൽ തട്ടിപ്പോയി എന്ന് പറഞ്ഞ് അത് ഒഴുകാതെ ഇരുന്നിട്ടില്ല. ദിശ മാറി ഒഴുകി തങ്ങളുടെ ലക്ഷ്യത്തിലെത്തുക എന്നതാണ് ഓരോ നദിയും നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രതിബന്ധമോ സംഭവിച്ചു എന്ന് കരുതി ആരും ജീവിതത്തെ അവസാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ദിശ മാറി ലക്ഷ്യം തെറ്റാതെ യാത്ര ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കൽ ഒരാൾ വളരെ ഭാരവും ചുമന്നുകൊണ്ട് നടന്നു വരികയാണ്. അയാളിങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞു പോകുന്നുണ്ട്. അയാളുടെ ചുമലിൽ വലിയ ഭാണ്ഡക്കെട്ടുണ്ട്. അയാൾക്ക് നടക്കാൻ വയ്യ. ഭാരം കൊണ്ട് അയാൾ തളർന്നിരിക്കുകയാണ്. അയാളുടെ മുഖത്തേക്ക് നോക്കിയാൽ വലിയ സങ്കടമുണ്ട്. കാരണം അയാളുടെ മുതുകിലിരിക്കുന്നത് അത്രമാത്രം ഭാരമാണ്. ഈ വരവ് കണ്ട് സങ്കടം തോന്നിയ ഒരു മാലാഖ അയാളോട് ചോദിച്ചു, അവിടെ നിന്ന് നിന്നേ, എന്താ നിങ്ങളുടെ ചാക്കിനകത്ത്? അയാൾ പറഞ്ഞു, എനിക്ക് പറയാൻ വയ്യ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാരമാണ് ഞാൻ ഈ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന്. അപ്പം മാലാഖ തിരിച്ചു ചോദിച്ചു, ജീവിതത്തിൻ്റെ ഭാരമോ? അദ്ദേഹം പറഞ്ഞു, അതെ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാരം. എൻ്റെ ജീവിതം മറ്റുള്ളവരെ പോലെയല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എവിടെ ചെന്നാലും അബദ്ധങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മാലാഖ പറഞ്ഞു, ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ആ ചാക്കൊന്ന് തുറന്ന് എന്നെ ഒന്ന് കാണിച്ചേ, ഞാനൊന്ന് കാണട്ടെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെന്ന്. അയാൾ പറഞ്ഞു, ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, എങ്കിലും ഞാൻ കാണിക്കാം. അദ്ദേഹം വളരെ പാടുപെട്ട് ഈ ചാക്കെടുത്ത് താഴെ ഇറക്കിയിട്ട് ഈ ചാക്ക് വളരെ ശ്രദ്ധയോടുകൂടി അഴിച്ചിട്ട് മാലാഖയെ തുറന്ന് കാണിച്ചു. എന്നിട്ട് മാലാഖയോട് പറയാം, നോക്ക്, എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തിലെ പ്രശ്നങ്ങളാണ് ഈ കിടക്കുന്നത് മുഴുവൻ. എന്നോളം അനുഭവിച്ച ആരുമില്ല. മാലാഖയൊന്ന് നോക്കിക്കേ. മാലാഖ നോക്കിയിട്ട് പറഞ്ഞു, ഞാനൊന്നും കാണുന്നില്ലല്ലോ. അപ്പം അയാൾ പറഞ്ഞു, ഒന്നൊന്നും കാണുന്നില്ലേ? ശരിക്കും നോക്കിയേ. മറുപടിയായിട്ട് മാലാഖ പറഞ്ഞു, ഇല്ല, ഞാനൊന്നും കാണുന്നില്ല. വീണ്ടും മാലാഖ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. മാലാഖ ആ ചാക്കിനുള്ളിൽ കൈയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കി. ഇല്ല, ആ ചാക്ക് ശൂന്യമാണ്. മാലാഖ അയാളോട് പറഞ്ഞു, ഇല്ല, ഇതെല്ലാം നിങ്ങളുടെ തോന്നലാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണെന്നറിയാമോ? യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി. ഇന്നലെ വെറും ഒരു ചരിത്രമാണ്. ടുഡേ ഈസ് എ ഗിഫ്റ്റ് ആൻഡ് ടുമോറോ ഈസ് എ മിസ്റ്ററി. ഇന്നിൽ ജീവിക്കാൻ പഠിക്കണം. ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ഇന്ന് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്നിൽ ജീവിക്കാൻ നാം പഠിച്ചാൽ പലപ്പോഴും നമ്മുടെ ജീവിതം വിജയിക്കുന്നതായി തീരും. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്നലത്തെ വേദനകൾ, ഇന്നലത്തെ കഷ്ടങ്ങൾ, ഇന്നലത്തെ സങ്കടങ്ങൾ, ഇന്നലത്തെ മുറിവുകൾ, ഇവയെല്ലാം ചാക്കിൽ മനസ്സിൽ ഇങ്ങനെ കെട്ടി ഇട്ടിരിക്കുകയാണ്. ആ ചാക്ക് അവിടെ കിടന്ന് വല്ലാതെ ഭാരം വർദ്ധിക്കുകയാണ്. പലപ്പോഴും അവ മുറിവുകളുടെ മേൽ വീണ്ടും വീണ്ടും ഈ ഓർമ്മപ്പെടുത്തലുകൾ മുറിവ് കരിയാതെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇന്നത്തെ സമ്മാനമാണ് ഇന്നിൻ്റെ ജീവിതം. ഈ ജീവിതത്തെ അറിയാതെ ഇന്നലെയുടെ ദുഃഖത്തിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ ഇന്നലെയും നഷ്ടപ്പെട്ടു, ഇന്നും നഷ്ടപ്പെട്ടു. നാളെയുടെ സന്തോഷം അനുഭവിക്കാൻ ഇന്ന് അധ്വാനിക്കാൻ സാധിക്കാതെ ഇരിക്കുകയും ചെയ്യുകയാണെന്ന് ഈ മാലാഖ ഈ മനുഷ്യനോട് ഈ കഥയിൽ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. നമ്മളും പലപ്പോഴും ഞാൻ അനുഭവിച്ചതുപോലെ കഷ്ടം ആരും അനുഭവിച്ചിട്ടില്ല, ഞാൻ കരഞ്ഞതുപോലെ ആരും കരഞ്ഞിട്ടില്ല, ഞാൻ പരിഹസിക്കപ്പെട്ടതുപോലെ ആരും പരിഹസിക്കപ്പെട്ടിട്ടില്ല, ഞാൻ പുച്ഛിക്കപ്പെട്ടതുപോലെ ആരും പുച്ഛിക്കപ്പെട്ടിട്ടില്ല, എന്നെ സഹോദരങ്ങൾ മാറ്റി നിർത്തിയതുപോലെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എൻ്റേത് മാത്രമാണ് ദുഃഖങ്ങൾ, എൻ്റെ ദുഃഖങ്ങളും കൂടെ പേറി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇന്നലെയുടെ ഭാരം കാരണം ഇന്നുകളിൽ ജീവിക്കാൻ നാം മറന്നു പോകുകയാണ്.
ഇന്നുകളിൽ ജീവിച്ചില്ലെങ്കിൽ ഇന്നിൻ്റെ ഭാരം നാളെ ഒരു വലിയ ഭാരമായിട്ട് നമുക്ക് നടക്കാൻ പോലും പറ്റാതെയാകുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിന് ഓരോ നിയോഗങ്ങളുണ്ട്. ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് ആക്കിയപ്പോൾ ഓരോ നിയോഗങ്ങൾ തന്നാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ പുത്രൻ തമ്പുരാന്റെ നിയോഗം സ്വയം അർപ്പിച്ച് സ്വയം ബലിയായി ഭൂമിയോളം താന്ന് സ്വർഗത്തിലേക്ക് തിരികെ പോകുക എന്നതാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ നിയോഗങ്ങളെ മനസ്സിലാക്കുന്നില്ല? പുറപ്പാട് പുസ്തകം എന്ന പുസ്തകത്തില് നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ ഒരു പെൺകുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കും. ആ പുറപ്പാട് പുസ്തകത്തിൽ ഒരു സ്ത്രീ ചെങ്കടൽ ഇസ്രായേൽ ജനം കടന്നപ്പോൾ ചാടി എഴുന്നേറ്റ് തൻ്റെ കയ്യിൽ തപ്പെടുത്ത് കൊട്ടി നൃത്തം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് നൃത്തം ചെയ്യാൻ സാധിച്ചത്? കാരണം അതിൻ്റെ പിന്നിൽ ഒരു വേദനയുടെ കഥയുണ്ട്. ആ നൃത്തം ചെയ്തത് ആരാണെന്നറിയാമോ? മോശയുടെ സഹോദരിയായ മിരിയാമാണ് ആ നൃത്തം ചെയ്ത ആ യുവതി. ആ നൃത്തം ചെയ്യാനുള്ള കാരണം തുടക്കത്തിൽ തന്നെ പുറപ്പാട് പുസ്തകം പറയുന്നുണ്ട്. ഈ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തില് അക്കാലത്ത് ഫറവോന്റെ കൽപ്പനയുണ്ടായിരുന്നു, എബ്രായ ആൺകുട്ടികളെ കൊന്നു കളയണം എന്നുള്ളത്. എബ്രായരായവരുടെ മാതാപിതാക്കളുടെ ആൺകുട്ടികളെ കൊന്നു കളയുക. ഈ കൊന്നു കളയണം എന്നുള്ള രാജകൽപ്പന കിട്ടിയ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് ഒരു എബ്രായ ആൺകുട്ടി ഒരു വീട്ടിൽ ജനിക്കുകയാണ്. ആ കുഞ്ഞ് വളരെ സുന്ദരനാണ്. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് ഈ അപ്പനും അമ്മയ്ക്കും ഈ കുഞ്ഞിനെ കൊല്ലാനായി കൊടുക്കാൻ മടിയായിരുന്നു. എന്നാൽ അവിടെ വന്ന ഈ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കടന്നു വന്ന ജന്മം പുറത്തേക്ക് എടുത്തപ്പോൾ കടന്നു വന്ന സൂതി കർമ്മിണികൾ പോലും രാജാവിനോട് അറിയിച്ചില്ല ഇവിടെ ഒരു ആൺകുട്ടി ജനിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ അവർ രഹസ്യമായിട്ട് ഈ കുഞ്ഞിനെ ആ വീട്ടിനുള്ളിൽ പാർപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, ഒരു കുഞ്ഞിനെ ശബ്ദമില്ലാതെ പാർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കുഞ്ഞിനെ എന്തു ചെയ്യും? ഇങ്ങനെ ആലോചനയിൽ ആ കുടുംബം ഇരുന്ന സമയത്ത് ആ കുടുംബത്തിൽ തന്നെ മൂത്ത ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ്, ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അവൾ എന്തു ചെയ്തെന്നോ, ഒരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി. ഈ ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കിയിട്ട് ഈ കുഞ്ഞിനെ ഈ ഞാങ്ങണപ്പെട്ടിക്കുള്ളിൽ കിടത്തി. അവൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഫറവോന്റെ പുത്രി നൈൽ നദിയുടെ തീരത്ത് കുളിക്കാൻ വരുന്ന നേരത്ത് ഈ ഞാങ്ങണപ്പെട്ടി കറക്റ്റ് ലക്ഷ്യം നോക്കി ഇവളെങ്ങനെ തള്ളിവിടുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഓ എത്ര നിസ്സാരമായ കാര്യം, ഈ പെട്ടി അങ്ങ് തള്ളിവിട്ടാൽ പോരെ. എന്നാൽ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട്. ഈ നൈൽ നദിയുടെ തീരം എന്ന് പറയുന്നതും ഇവർ താമസിക്കുന്ന പ്രദേശം എന്ന് പറയുന്നതും മുതലകൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. ഈ മുതലകളുടെ കയ്യിൽപ്പെടാതെ, മുതലകളുടെ കണ്ണിൽപ്പെടാതെ വേണം ഈ ഞാങ്ങണപ്പെട്ടി ഒഴുക്കി ഫറവോന്റെ പുത്രിയുടെ മുൻപിലെത്തിക്കാൻ. ഈ ഞാങ്ങണപ്പെട്ടി അവൾ ഉന്തി ഫറവോന്റെ പുത്രി കുളിക്കാൻ വരുന്ന കടവിലേക്ക്, അങ്ങോട്ടുള്ള തിരയിലേക്ക് വിട്ടിട്ട് ഇവൾ ഓടി വരികയാണ്. ഓടി വന്ന് ഈ ഫറവോന്റെ പുത്രിയുടെ അരികിൽ നിന്നു. എന്നിട്ട് ഞാങ്ങണപ്പെട്ടി ദൂരേന്ന് കണ്ടപ്പോൾ ഇവള് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അല്ലയോ രാജകുമാരി, അതാ ഒരു ഞാങ്ങണപ്പെട്ടി വരുന്നു എന്ന്. അവർ ആ ഞാങ്ങണപ്പെട്ടി വലിച്ചെടുത്തു. ഇവള് തന്നെയായിരുന്നു അതിന് മുൻപന്തിയിൽ നിന്നത്. ഞാങ്ങണപ്പെട്ടി തുറന്നിട്ട് ഈ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ഫറവോന്റെ പുത്രിയെ കാണിച്ചിട്ട് പറഞ്ഞു, നോക്ക് എത്ര സുന്ദരനായ ബാലൻ. ഫറവോന്റെ പുത്രിക്ക് ഈ കുഞ്ഞിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇവൾ കൂട്ടിച്ചേർത്ത് പറയാണ്, ഇതൊരു എബ്രായ ബാലനാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും രാജകുമാരി, ഇവൻ അതിസുന്ദരനായിരിക്കുന്നു. രാജകുമാരിയുടെ ഉള്ളിലേക്ക് ഈ കുഞ്ഞിനോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അവളുടെ വാക്കുകളുടെ ഉദ്ദേശം. അങ്ങനെ രാജകുമാരിക്ക് ഈ കുഞ്ഞിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൾ രാജകുമാരിയോട് ചോദിക്കുക, ഇതൊരു എബ്രായ ബാലനല്ലേ, ഇവന് പാല് കൊടുക്കാൻ ഞാനൊരു എബ്രായ അമ്മയെ കൊണ്ടുവരട്ടെ? രാജകുമാരി ചിന്തിച്ചു, ശരിയാണല്ലോ, ഈ പൈതലിന് പാല് കൊടുക്കാൻ ഒരു സ്ത്രീ ആവശ്യമാണ്. ഇവൾ രാജകുമാരിയുടെ കൽപ്പനയുമായിട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. സ്വന്തം അമ്മയെ തന്നെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ രാജകൊട്ടാരത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ രാജകൊട്ടാരത്തിൽ വെച്ചായിരുന്നു രാജാവ് കൽപ്പിച്ചത് എബ്രായ ആൺകുട്ടികളെ കൊന്നു കളയണമെന്ന്. എന്നാൽ അതേ രാജകൊട്ടാരത്തിൽ വെച്ച് തന്നെ ഫറവോന്റെ പുത്രി ഈ എബ്രായ ബാലനെ
അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈ ബാലൻ എബ്രായ അമ്മയുടെ പാൽ കുടിച്ച് സ്വന്തം വീട്ടിൽ വളർന്ന് പ്രായം തികഞ്ഞപ്പോൾ തിരികെ കൊട്ടാരത്തിലേക്ക് വന്ന് രാജകുമാരിക്ക് കൊടുത്തു. ഈ കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ ഈ എബ്രായ ബാലനുണ്ടല്ലോ, ഈ രാജാവിൻ്റെതായ എല്ലാ ജ്ഞാനവും അഭ്യസിച്ചു, ആയുധകല അഭ്യസിച്ചു, ഈ രാജകൊട്ടാരത്തിൽ നിന്ന് വളരുകയും ചെയ്തു. പ്രിയമുള്ളവരെ, പിന്നീട് ഈ ബാലനാണ് നമ്മളുടെ ഇസ്രായേൽ ജനത്തെ മുഴുവൻ നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശയായി മാറിയത്. മോശ ഇങ്ങനെയായിരുന്നു മോശയുടെ വളർച്ച. മോശയുടെ വളർച്ചയിൽ തൻ്റെ സഹോദരിയായ മിരിയാമിന് വലിയൊരു സ്വാധീനമുണ്ടായിരുന്നു എന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇവിടെ മിരിയാം തൻ്റെ നിയോഗത്തെ തിരിച്ചറിയുകയാണ്. എന്താണ് ജീവിതത്തിലെ നിയോഗം? അസാധ്യതകളുടെ നടുവിലും ദൈവീക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിലൂടെയും കർമ്മബോധത്തോടുകൂടെയും ലക്ഷ്യം തെറ്റാതെ ഏതാവശ്യത്തിന്മേൽ ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നിയോഗം എന്താണെന്ന് നമ്മൾ അറിയും. കഷ്ടങ്ങളില്ലാത്തതോ രോഗങ്ങളില്ലാത്തതോ സങ്കടങ്ങളില്ലാത്തതോ അല്ല നമ്മുടെ നിയോഗം. ദൈവം എന്നെ ഭൂമിയിലാക്കിയപ്പോൾ ഈ മിരിയാം തൻ്റെ നാട്ടിലെ വ്യവസ്ഥിതിക്ക് എതിരായിരുന്നിട്ടും തൻ്റെ നിയോഗം അറിഞ്ഞ് പെരുമാറിയപ്പോൾ തൻ്റെ സഹോദരനെ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ മുഴുവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇന്നലെയുടെ ഭാരങ്ങളെയും ഇന്നലെയുടെ പ്രയാസങ്ങളെയും ഇന്നലെയുടെ വേദനകളെയും ചുമന്നുകൊണ്ടിരിക്കാതെ ഇന്ന് ഒരു സമ്മാനമാണ്, ദൈവം എനിക്ക് തന്ന ദാനമാണ്. ഈ സമ്മാനം ഉള്ളിൽ മനസ്സിലാക്കി ഇതിൽ നിന്ന് എൻ്റെ നിയോഗത്തെ മനസ്സിലാക്കി ഏതു പ്രതിസന്ധിയെയും മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന് ശക്തിയുണ്ട്. ഭാരങ്ങളെ ചുമന്നുകൊണ്ട് നടക്കാതെ ഭാരങ്ങളെ തമ്പുരാന്റെ കാൽക്കീഴിലേക്ക് വെച്ചിട്ട് നമ്മുടെ നിയോഗങ്ങളെ മനസ്സിലാക്കി മിരിയാമിനെ പോലെ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിൽ കൂടെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ മാത്രമാണ് ഇന്നുകൾ അനുഗ്രഹപ്രദമാകുന്നത്. ഇന്നുകൾ അനുഗ്രഹപ്രദമായി തീരുമ്പോൾ മാത്രമാണ് നാളെ എന്ന വലിയ പ്രത്യാശ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ നാളെ എന്നൊരു വലിയ പ്രത്യാശയെ മുന്നിൽ കണ്ടുകൊണ്ട് നദികളെ പോലെ കല്ലിൽ തട്ടുമ്പോൾ ഒഴുക്കുകൾ നിർത്താതെ പുതിയ വഴികളെ കണ്ടെത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെയും നല്ല വഴികളെ കണ്ടെത്തുവാൻ കർത്താവിൻ്റെ മുറിവുള്ള കരത്തെ ചേർത്ത് പിടിച്ച് മുന്നേറുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. തോട്ട്സ് ഫോർ ലൈഫ് അവസാനിക്കുമ്പോൾ ടീച്ചർ നൽകിയ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ചെറുതായെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി പോസിറ്റീവ് വൈബ്സ്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുമറന്ന ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ടല്ലോ. അതെല്ലാം ഒന്നുകൂടി കാണിച്ചു തരികയാണ് നിഷ് ചേച്ചി. ആ വീഡിയോ സമൂഹത്തിന് കൊടുക്കുന്ന സുവിശേഷം എന്തെന്ന് കണ്ടു നോക്കാം. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം.
മത്സരയോട്ടത്തിനിടയിൽ പരിക്കേറ്റ് തളർന്നു വീണ മകനെ താങ്ങി എഴുന്നേൽപ്പിച്ച് ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന ഒരു പിതാവിൻ്റെ വീഡിയോയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ മകൻ്റെയും പിതാവിൻ്റെയും മനോഭാവം ഏറെ പ്രചോദനാത്മകമാണ്. തളർന്നു വീണെങ്കിലും പരിക്കു പറ്റിയെങ്കിലും അവിടം കൊണ്ട് നിർത്താനല്ല, മറിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ എത്താനാണ് മകൻ്റെ തീരുമാനം. ഇത് തുടരേണ്ടതില്ല, നിനക്കിവിടെ നിന്ന് പിന്തിരിയാം എന്ന് പിതാവ് പറഞ്ഞെങ്കിലും ഒന്നാമതെത്തുക എന്നുള്ളതല്ല, മറിച്ച് തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കുക എന്നതാണ് പ്രധാനം എന്ന മനോഭാവത്തോടെ വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്ന മകൻ. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒന്നാമതെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു വീഴ്ച പറ്റിയാൽ, പരാജയം പറ്റിയാൽ അവിടെ നിന്നും പിന്തിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഇവിടെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ഈ മകൻ്റെ മനോഭാവം. നമ്മൾ തുടങ്ങി വെച്ച ചില ദൗത്യങ്ങൾ അത് എത്രത്തോളം പരിപൂർണമായി അല്ലെങ്കിൽ എത്രത്തോളം പെർഫെക്ഷനോടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ എത്ര കമ്മിറ്റ്മെൻറ്റോടു കൂടി, ആത്മാർത്ഥതയോടു കൂടി നമ്മളത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനാണ് ഇവിടെ പ്രാധാന്യം. തളർന്നു വീണ മകൻ്റെ വീഴ്ചയിൽ, അവൻ്റെ പരാജയത്തിൽ നിരാശനാവുകയോ അവനെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ അവനെ തൻ്റെ തോളിൽ താങ്ങി അവൻ്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി ഫിനിഷിംഗ് ലൈനിൽ വരെ എത്തിക്കുന്ന, ധൈര്യം പകരുന്ന പിതാവാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഹീറോ. നമ്മുടെ ചുറ്റുമുള്ളവരുടെ, കൂടെയുള്ളവരുടെ, നമ്മുടെ തന്നെ പല വീഴ്ചകളിലും പല പരാജയങ്ങളിലും നമ്മുടെ മനോഭാവങ്ങൾ എന്താണ് എന്ന് ഒന്ന് പുനഃപരിശോധിക്കുവാനായി ഈ പിതാവ് നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. മാറി നിന്ന് കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് കൂടെ നിന്ന് പിന്തുണയ്ക്കുകയാണ്. പലരുടെയും സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ കൂടെ നിന്ന് സഹായിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ദൗത്യം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ കണ്ടത്. വീഴ്ചകളോടും പരാജയങ്ങളോടുമുള്ള നമ്മുടെ മനോഭാവം പുനഃപരിശോധിക്കുവാനും പുതിയൊരു കണ്ണിലൂടെ അവയെ കാണുവാനും ഇത് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ നിറവോട് അവസാനിക്കുമ്പോൾ ഈ 3 സെഗ്മെൻറ്റ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഷാലോം ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605 818881.